നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. പെരിന്തൽമണ്ണ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കടകളിലേക്ക് വെള്ളം കയറി. പല ഭാഗത്തും വെള്ളക്കെട്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ ഒറ്റപ്പാലത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിൽ വെള്ളക്കെട്ട്. പിലാത്തറയിൽ കിണർ ഇടിഞ്ഞു താണു. പ്രസിഡന്റ് മാറ്റവുമായി ബന്ധപ്പെട്ട തർക്കം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കി CPM. ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിവുള്ളവനെ മുക്കിലൊതുക്കുന്ന കാലഘട്ടമാണിതെന്ന് KTDC ചെയർമാൻ PK ശശി. രാഷ്ട്രീയം ഏതാണെങ്കിലും കഴിവുള്ളവനെ അംഗീകരിക്കണമെന്നും PK ശശി. മുണ്ടൂർ തൂത സംസ്ഥാനപാത നവീകരണം അശാസ്ത്രീയമെന്ന് പരാതി. മംഗലാംകുന്നിൽ റോഡിലെ വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ. പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പണി തടയുമെന്നും മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ശക്തമായ മഴയാണ് ശനിയാഴ്ച കിട്ടിയത്. മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലുമുണ്ടായി. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ അറബിക്കടൽ കേരള തീരത്താണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കടകളിലേക്ക് വെള്ളം കയറി. ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള കടകളിലേക്കും നെഹ്റു സ്റ്റേഡിയം ഭാഗത്തെ കടകളിലേക്കും വെള്ളം കയറി. മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനും ഊട്ടി റോഡിലെയും ബൈപ്പാസ് റോഡിലെയും പല ഭാഗങ്ങളും മണിക്കൂറുകളോളം വെള്ളം മൂടി. ശനിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പെരിന്തൽമണ്ണ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. മണ്ണാർക്കാട് റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കടകളിലേക്കും വെള്ളം കയറി. കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അഴുക്കുചാൽ നിർമ്മിച്ചിട്ടില്ല. അഴുക്കുചാൽ ഉള്ള ഭാഗങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഊട്ടി റോഡിലെയും ബൈപ്പാസ് റോഡിലെയും വിവിധ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറി. മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ മഴ പെയ്യുമ്പോഴെല്ലാം വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്ന സ്ഥിതിയാണ്. കിണർ നന്നാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ കിണറിലാക്കപ്പെട്ടു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. തമിഴ്നാട് സ്വദേശി നെടുമരൻ, പുലാമന്തോൾ കുരുവമ്പലം സ്വദേശി മധു എന്നിവരാണ് കിണറിലാക്കപ്പെട്ടത്. പോലീസ്, അഗ്നിരക്ഷാസേന, ട്രോമ കെയർ വളണ്ടിയർമാർ, സിവിൽ ഡിഫൻസ് ഫോഴ്സ് എന്നിവരും നാട്ടുകാരും ചേർന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൊഴിലാളികളെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരും അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ഒറ്റപ്പാലത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. പലയിടങ്ങളിലും റോഡുകളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. കനത്ത മഴയും കാറ്റുമാണ് ശനിയാഴ്ച ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായത്. കനത്ത മഴയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ റോഡിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. കൃത്യമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് റോഡിൽ വെള്ളം നിറഞ്ഞത്. ട്രെയിൻ ഇറങ്ങി വന്ന യാത്രക്കാർ റോഡിലെ മുട്ടോളമുള്ള ചെളിവെള്ളത്തിലൂടെയാണ് നടന്നത്. ഒറ്റപ്പാലം നഗരത്തിൽ പലയിടങ്ങളിലും റോഡിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇതിനെ തുടർന്ന് പല വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. മഴയെ തുടർന്നുണ്ടായ കാറ്റിൽ ലക്കിടിമംഗലത്ത് ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല. പാലപ്പുറം ഹലോ നഗറിൽ ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കൂടാതെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും കമ്പികളും പൊട്ടിവീഴുകയും പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുകയും ചെയ്തു. ഏറെ പ്രയാസപ്പെട്ടാണ് KSEB ജീവനക്കാർ പല സ്ഥലങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഒറ്റപ്പാലം പിലാത്തറയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. ചുനങ്ങാട് പിലാത്തറ കങ്കാടിയിൽ മുഹമ്മദിന്റെ വീട്ടിലാണ് കിണർ തകർന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ചുനങ്ങാട് പിലാത്തറ കങ്കാടിയിൽ മുഹമ്മദിന്റെ വീട്ടിലെ കിണറാണ് തകർന്നത്. വീടിന് മുമ്പിലെ കിണറാണ് ഇടിഞ്ഞു താന്നത്. വെള്ളമുള്ള കിണർ ചുറ്റുമതിൽ അടക്കമാണ് മണ്ണിനൊപ്പം ചേർന്നത്. ഭയങ്കരമായ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു.
ശക്തമായ കാറ്റിലും മഴയിലും കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് റോഡിന് കുറുകെ കടയുടെ മുകളിലേക്ക് മരം വീണു. അതേസമയം ആ ഭാഗത്തുകൂടി പോയ ജീപ്പിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആളപായമോ നാശനഷ്ടമോ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംഭവം. റോഡിന് കുറുകെ വീണ മരം കെട്ടിടത്തിന്റെ മുകളിൽ തങ്ങി നിന്നു. കോട്ടപ്പാടം തിരുവിഴാംകുന്ന് റോഡിലൂടെയുള്ള ഗതാഗതം 1 മണിക്കൂറോളം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സോയി എന്ന സ്പെയർ പാർട്സ് കടയുടെ ഉള്ളിൽ നിന്നും മഴയുടെ ദൃശ്യം പകർത്തുന്നതിനിടെ മരം വീഴുന്നത് കാണാം. സ്ഥാപനത്തിലുണ്ടായിരുന്നവരും റോഡിലൂടെ പോകുകയായിരുന്ന ജീപ്പും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മണ്ണാർക്കാട് നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും KSEB അധികൃതരും ചേർന്ന് മരം മുറിച്ചു നീക്കി. ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല. കച്ചേരിപ്പറമ്പ് ഭാഗങ്ങളിലും മരം വീണിട്ടുണ്ട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPM സമരം ശക്തമാക്കി. ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് CPM പ്രതിഷേധം ശക്തമാക്കി. മുസ്ലിം ലീഗിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ചൊല്ലിയുള്ള തർക്കം കാരണം ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം ഉണ്ടെന്നാണ് CPMന്റെ വാദം. CPM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പാറൽ സെന്ററിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് പലപ്പോഴും LDF ഒക്കെ തന്നെ അങ്ങനെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്താറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ CPIM രണ്ടാമത്തെ സമരം ഈ പഞ്ചായത്തിൻ്റെ മുൻപിലേക്ക് നടത്തുന്നു. ആലിപ്പറമ്പ് പഞ്ചായത്ത് നമുക്കറിയാം, നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നാണ്, ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ്. എന്നാൽ ആ പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി ഉൾപ്പെടുന്ന കാലത്തടക്കം ഏറ്റവും വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണെന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾക്ക് അധികാര വടംവലിയിലാണ് ശ്രദ്ധ എന്നും E. രാജേഷ് പറഞ്ഞു. ഇത് ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുത്ത് നടത്തുന്ന സമരമാണ്. നമ്മുടെ കാമ്പ്രൻ റോഡുണ്ടല്ലോ, കാമ്പ്രൻ റോഡിന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. എന്നാൽ പള്ളിക്കുന്ന് മുതൽ കാളികടവ് വരെയുള്ള റോഡുണ്ട്. ആ റോഡിന്റെ ഓണർഷിപ്പ് ആർക്കാ? ജില്ലാ പഞ്ചായത്തിനാ. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഷർ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ വാർഡ് മെമ്പർ ആരാ? UDF. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഷർ ഉണ്ടെങ്കിൽ ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആ റോഡിന് ഫണ്ട് പാസ്സാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയില്ലേ? അപ്പോൾ അങ്ങനെ പ്രഷർ ചെലുത്താനോ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഉപരിതലത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ നേതൃത്വം കൊടുക്കാനല്ല ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് താല്പര്യമുള്ളത്. മറിച്ച് ആര് പ്രസിഡന്റ് ആകണമെന്ന തർക്കവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സമയം കളയാനാണ് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം MP മോഹൻ അധ്യക്ഷത വഹിച്ചു. PK ഷൗക്കത്ത് അലി, K ബാലസുബ്രഹ്മണ്യൻ, K വാസുദേവൻ, TK ഹംസ എന്നിവർ പ്രസംഗിച്ചു. ഇത് ഇന്നത്തോടെ പിരിഞ്ഞു പോകും എന്നുള്ള താല്പര്യം വേണ്ട, അങ്ങനെ വിചാരിക്കുകയും വേണ്ട. ഇതിനൊരു പരിഹാരം കാണുന്നവരെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ആര് ഭരിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഭരണസ്തംഭനം ഇവിടെ പാടില്ല. ഇന്നലെ മിഞ്ഞാന്ന് പഞ്ചായത്ത് ബോർഡ് ഉണ്ടായിരുന്നു. ഈ ബോർഡിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഒരു അജണ്ട വെച്ചാൽ അതിനെ പ്രതിപക്ഷങ്ങൾ എതിർക്കേണ്ടതിനെ എതിർക്കാറില്ല, എല്ലാതിനും എതിർക്കാറില്ല.
പക്ഷെ ഔദ്യോഗിക വിഭാഗം അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എതിർക്കാണ്. പ്രസിഡന്റ് അഫ്സലാണ് അവിടെ ഇരിക്കണം എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലാണ് പോകുന്നത്. ഈ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയിരിക്കണം. മാലിന്യം സംസ്കരിക്കേണ്ട സമയത്ത് സംസ്കരിച്ചിരിക്കണം. ഈ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുണ്ടൂർ തൂത സംസ്ഥാനപാത നവീകരണം അശാസ്ത്രീയമെന്ന പരാതി. മഴ പെയ്താൽ മംഗലാംകുന്ന് ഭാഗത്ത് റോഡിലെ വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നതായി പ്രദേശവാസികൾ. മഴ പെയ്യുമ്പോൾ റോഡിലുണ്ടാകുന്ന വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നം. സമീപത്തെ വീടുകളിലേക്ക് ഇത് കാരണം വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. മംഗലാംകുന്ന് മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് കൂടുതലായും വീടുകളിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇറങ്ങുന്നത്. ഫോറസ്റ്റ് ഓഫീസിന് സമീപം കർലിത്തൊടി ഭാഗത്ത് അഴുക്കുചാൽ റോഡിൽ നിന്ന് ഒരടി താഴ്ചയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പൊതുവെ ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും റോഡ് നിർമ്മാണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടി ഉടനടി എടുക്കണമെന്നും അല്ലാത്തപക്ഷം പ്രവൃത്തി തടയുമെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡിനേക്കാളും താത്തിട്ടാണ് ഡ്രെയിനേജ് ഉണ്ടാക്കിയത്. ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കൂടി മുകളിൽ കൂടെ വെള്ളം വന്ന് വീടിനുള്ളിൽ കയറി. വാഹനങ്ങൾ വന്നാൽ ഫുള്ള് വെള്ളം മഴയത്ത് വീടിനുള്ളിലേക്കാണ്, ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ ഒരു 100 വട്ടം പോലെ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സാധനം നേരേക്ക് തരണം. ഇത് ഞങ്ങൾ മണ്ണ് വെട്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചതിന് ഇവിടെ വരും കൂട്ടിയത്. മഴക്കാലത്ത് ഒന്നും പറ്റില്ല, വേനൽക്കാലത്താണ് പ്രശ്നങ്ങളില്ല. ഇവിടെ പണി വളരെ മോശമായ രീതിയിലാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ മാത്രമല്ല, ഇതിൻ്റെ അശാസ്ത്രീയമായ അഴുക്കുചാൽ നിർമ്മാണം കാരണം ഈ റോഡിനോട് ചേർന്നിട്ടുള്ള വീടുകളിലേക്കും കടകളിലേക്കൊക്കെ വെള്ളം കയറുന്നൊരവസ്ഥയിലായിപ്പോയി. ഈ റോഡിലേക്ക് ഏകദേശം മംഗലാംകുന്ന് ജംഗ്ഷനോട് ചേർന്ന ഈ സ്ഥലത്ത് ഇവിടെ താഴ്ചയുള്ളൊരു സ്ഥലമാണ്. ഈ ഭാഗത്ത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഭാഗത്തെ വെള്ളം ഫുള്ളായിട്ട് ഈ മംഗലാംകുന്ന് ഭാഗത്ത് വന്ന് അടിയുന്ന സ്ഥലമാണിത്. ഈ ഭാഗത്ത് വെള്ളം, റോഡിലെ വെള്ളം അഴുക്കുചാലിലേക്ക് കടക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കാത്തതിനാൽ ചാലിനേക്കാൾ മീതെ പൊന്തിക്കൊണ്ട് തൊട്ടടുത്തുള്ള കടയിലേക്കൊക്കെ വെള്ളം കയറി ഏകദേശം 3 അടിയുടെ മീതെ വെള്ളം കയറിയിട്ടായിരുന്നു ഇപ്പോൾ പെയ്ത മഴയിൽ ഇവിടെ രൂപപ്പെട്ടത്. മാത്രമല്ല, താഴ്ചയുള്ള റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടും വളരെയധികം ബുദ്ധിമുട്ട്. ഈ ഒരു അഴുക്കുചാല് നിർമ്മിച്ച് എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡിൽ ഉണ്ടാകുന്ന വെള്ളം അഴുക്കുചാലിലേക്ക് കടക്കാൻ സൗകര്യമില്ലാത്ത രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഴുക്കുചാല് നിർമ്മിച്ചത്? അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ അഴുക്കുചാല് നിർമ്മാണം അന്വേഷിച്ച് ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതിനൊരു പരിഹാരം കാണണം. ഏറ്റവും ഉയർന്ന പ്രദേശമായ മംഗലാംകുന്ന് വരെ ഇതിനകത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ വരെ ഉണ്ടാവുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇതിന് വേണ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാണണം. റോഡ് നിറയെ തെരുവ് നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. കോട്ടപ്പാടം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഭീതിജനകമാം വിധം തെരുവ് നായ്ക്കൾ വിലസുന്നത്. മദ്രസ കഴിഞ്ഞു വരുന്ന ഈ കുട്ടികൾ വാഹനം കാത്തു നിൽക്കുന്നതല്ല, തെരുവ് നായ്ക്കളെ പേടിച്ചുള്ള നിൽപ്പാണ്. തക്ക സമയത്ത് ആളുകളെത്തി നായ്ക്കളെ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടിട്ടാണ് കുട്ടികൾ നടത്തം തുടർന്നത്. ഇങ്ങനെ കോട്ടപ്പാടം ടൗണിനോട് ചേർന്ന് താമസിക്കുന്നവരെല്ലാം തെരുവ് നായ്ക്കളുടെ ഭീഷണിയിലാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഏതു വഴിയാണ് നായ്ക്കൾ വരുന്നതെന്ന് അറിയില്ല. അത്രയും ഭീകരമാണ് സാഹചര്യം. ടൗണിലെത്തുന്നവരുടെ കാര്യവും ഇതുതന്നെയാണ്. സുരക്ഷാ മാർഗങ്ങൾ കയ്യിൽ കരുതണം. വ്യാപാരികളും പെട്ട സ്ഥിതിയാണ്. നായ്ക്കൾ കൂട്ടത്തോടെ കടകൾക്ക് മുന്നിൽ തമ്പടിക്കുമ്പോൾ ഭയന്ന ആളുകൾ കടയിലേക്ക് കയറുന്നില്ല. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത കടന്നുപോകുന്ന പ്രദേശമായതിനാൽ 24 മണിക്കൂറും വാഹനങ്ങൾ സജീവമാണ്. ഈ വാഹനങ്ങൾക്ക് മുമ്പിലേക്കും ഇവ ചാടാറുണ്ട്. കഷ്ടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വിവിധ കോണുകളിൽ നിന്നും വിഷയം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തെരുവുനായ ശല്യം കുറയ്ക്കാൻ നിലവിലെ നിയമം അനുസരിച്ച് വന്ധീകരണം മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള ഏക പോംവഴി. എന്നാൽ ഇത് വേണ്ട രീതിയിൽ നടപ്പാകുന്നില്ലെന്ന് മാത്രമല്ല, തെരുവുനായ്ക്കളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AASF പെരിന്തൽമണ്ണ മണ്ഡലം ബാലവേദി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആനമങ്ങാട് നടന്ന പഠന ക്യാമ്പ് CPI സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് AUP സ്കൂളിലാണ് പെരിന്തൽമണ്ണ മണ്ഡലം AISF ബാലവേദി പഠന ക്യാമ്പ് നടന്നത്. പഠന ക്യാമ്പ് CPI സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികളോട് തന്നെ ചോദിച്ചാൽ, MAക്കും MSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികളോട് അപ്പോഴേക്കും വയസ്സെത്രയായി? 22, 23 ഒക്കെ ഇല്ലേ? അവർ പറയും ഞാനൊന്നും വായിക്കില്ല.
അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആകണ്ട. കാരണം ലോകം നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ കഴിവ് കാണാൻ വേണ്ടി. മനുഷ്യ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ജീവിതമാക്കി ജീവിതത്തിനെ പടുത്തുയർത്തുന്നവനാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവാവ് എന്ന് പറയുന്നത്. ഒരു പരാജയമുണ്ടായാൽ തളരാൻ പാടില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, യുവാവ് ചെയ്യേണ്ടത്. അതാണ് വിദ്യാർത്ഥികളെ രക്ഷിതാക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ ചെറിയ കുട്ടികൾ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ ചെറിയ ബാലകഥകൾ വായിക്കണം. ബാലകഥകളിലൂടെ നിങ്ങൾക്ക് പല സന്ദേശങ്ങളും ലഭിക്കും. വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്കാണ് അവർ പഠനം തിരിച്ചുവിടേണ്ടതെന്നും ലോകത്തുള്ള വലിയ സാധ്യതകൾ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്നും അജിത് കോളാടി പറഞ്ഞു. AISF മണ്ഡലം സെക്രട്ടറി VP ആനന്ദ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം MA അജയ്കുമാർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകൻ നഹാസ് M നിസ്താർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. AISF മെമ്പർഷിപ്പ് വിതരണം ജില്ലാ പ്രസിഡന്റ് MK അർഷാദ് നിർവഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി പ്രകാശൻ എടത്രത്തൊടി, മൻസൂർ വെട്ടത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം ബോർഡുകളിൽ ജ്യോതിഷികളുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് കേരള കളരിപ്പണിക്കർ സംഘം ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ദേവപഥം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KCS രാമു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഈ സമുദായത്തിന്റെ സകലവിധ പുരോഗതികൾക്കും നന്മകൾക്കും നാരായ വേദികളായി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ഏവരുടെയും സഹകരണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈ ഏകദേശം 1 കൊല്ലമായി എനിക്ക് ഈ ലോകത്തോട് ഒരു മനുഷ്യനുള്ള നിലയ്ക്ക് നിന്ന് സംസാരിക്കുവാൻ വേദിയുണ്ടാക്കിയതിൻ്റെ എല്ലാ കാരണക്കാരും നിങ്ങളാണ്. നിങ്ങളുടെ സഹകരണങ്ങൾ എൻ്റെ ഈ ദേഹം ഉള്ളതുവരുന്നതിനുള്ള ദേഹവിയോഗങ്ങൾക്ക് ശേഷം പത്തൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പിതാവ് EK ശിവരാജൻ പണിക്കർ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് PB ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡല സെക്രട്ടറി ഷാജു പണിക്കർ റിപ്പോർട്ടും ട്രഷറർ രാജഗോപാല പണിക്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മുതിർന്ന ആളുകളെയും ഗുരുക്കന്മാരെയും ആദരിക്കുകയും ജ്യോതിഷാചാര്യ പുരസ്കാരം നൽകുകയും ചെയ്തു. LSS, SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. രാജഗോപാല പണിക്കർ, രാജേന്ദ്രൻ കളരിക്കൽ, സന്തോഷ് പണിക്കർ, KP പ്രഭാകരൻ പണിക്കർ, ഗിരീഷ് പണിക്കർ, വിനോദ് പണിക്കർ, ഗോപിനാഥൻ പണിക്കർ, VC ദിനേശ് പണിക്കർ, ശശിധരൻ പണിക്കർ, ഇന്ദിര പണിക്കത്യാർ, ബാലഗോപാല പണിക്കർ, വിനോദ് പണിക്കർ, മനോജ് പണിക്കർ, പ്രസാദ് പണിക്കർ, ശ്യാംദാസ് പണിക്കർ, കൃഷ്ണാനന്ദൻ പണിക്കർ, അനിൽ പണിക്കർ, രവിചന്ദ്രൻ പണിക്കർ, അശോക് പണിക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. കഴിവുള്ളവനെ പരമാവധി മുക്കിലൊതുക്കുക എന്ന കാര്യത്തിൽ കടുത്ത പരീക്ഷ നടക്കുന്ന കാലമാണിതെന്ന് KTDC ചെയർമാൻ PK ശശി. രാഷ്ട്രീയം ഏതാണെങ്കിലും കഴിവുള്ളവരെ അംഗീകരിക്കണമെന്ന് PK ശശി പറഞ്ഞു. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിവ് പൂർണ്ണമായവർ ആരുമില്ല. ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ളവരായിരിക്കും. ഞാൻ പൂർണ്ണനല്ല. ശരാശരിക്ക് താഴെയുള്ള ഞാൻ ശരാശരിയിൽ എത്താനുള്ള പരിശ്രമത്തിലാണ്. വ്യത്യസ്ത കഴിവുകളെ അംഗീകരിക്കുമ്പോഴുണ്ടാകുന്ന ചൈതന്യം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കേണ്ടതെന്നും PK ശശി പറഞ്ഞു. കഴിവുള്ളവരെ പരമാവധി എങ്ങനെയാണ് മുക്കിലേക്കാക്കുക എന്ന പരിശ്രമത്തിൽ നല്ല പരീക്ഷണം ഞാൻ കൂടുതൽ കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാൻ പോകും. കഴിവുകൾ അംഗീകരിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകൾ ഇവിടെയും അവിടെയായിരിക്കുന്ന എല്ലാവരും പൂർണ്ണമായും കഴിവില്ലാത്തവരും നല്ലപോലെ പൂർണ്ണ കഴിവുള്ള ആളുകളുമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ എപ്പോഴും ശരാശരിയിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ നോക്കൂ, കുഞ്ഞിന്റെ വർഷത്തിലുള്ള അക്കാഡമിക് രംഗത്ത് ഗവൺമെന്റിലുള്ള അക്കാഡമിക് തരത്തിലുള്ള കഴിവുകൾ എനിക്കുണ്ടാകും. ഞാൻ എത്ര ശ്രമിച്ചത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ വിജയോത്സവം ചടങ്ങിൽ
SSLC, LSS, കായിക പ്രതിഭകൾ തുടങ്ങിയവരെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ടി. ജോൺ മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ കെ. കുഞ്ഞുണ്ണി, മണ്ണാർക്കാട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പി. മനോമോഹനൻ, ഡയറക്ടർമാരായ കെ. എ. കരുണാകരൻ, പി. ബിന്ദു, പ്രീത, PTA വൈസ് പ്രസിഡന്റ് കെ. റിയാസ്, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ എന്നിവർ പ്രസംഗിച്ചു. അളനല്ലൂർ വഴങ്ങല്ലി ജുമാഅത്ത് പള്ളിക്കു സമീപം പെരിന്തൽമണ്ണ റോഡിലേക്ക് മരം കടപുഴകി വീണു. മണ്ണാർക്കാട് ഫയർഫോഴ്സും അളനല്ലൂർ KSEB അധികൃതരും മണ്ണാർക്കാട് ആപ്തമിത്ര വളണ്ടിയർമാരായ നൌഷാദ്, അബ്ദുൽ അസീസ്, നിഷാദ്, റിഷാദ്, പെരിന്തൽമണ്ണ ആപ്തമിത്ര വളണ്ടിയർ അൻവർ, ട്രോമ കെയർ നാട്ടുകൽ സ്റ്റേഷൻ യൂണിറ്റ് അംഗം അബ്ദുൾ റഹീം എന്നിവർ ചേർന്ന് മരം നീക്കം ചെയ്തു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ആയുർവേദ മരുന്നുകൾ, പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ എന്നിവയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ആയുർവേദ ഫാർമസിസ്റ്റ് വിനോദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേനയ്ക്ക് ആയുർവേദ മരുന്നുകൾ, പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ എന്നിവ വിതരണം ചെയ്തു. ക്ഷേത്രങ്ങളും കാവുകളും എല്ലാ കാലത്തും കലകളെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് പറയാനുള്ളതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ഹരിതീർത്ഥം സംഗീത ആൽബ പ്രകാശനവും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KC നാരായണൻ അധ്യക്ഷത വഹിച്ചു. വള്ളൂർ രാമകൃഷ്ണൻ, ഗായിക തീർത്ഥ സുഭാഷ്, ബിജുമോൻ പന്തിരുകുലം, ശങ്കരൻകുട്ടി പുലാപ്പറ്റ, എക്സിക്യൂട്ടീവ് ഓഫീസർ മണികണ്ഠൻ, പ്രദീപ് ചെറായ, സുജിത്ത് പുലാപ്പറ്റ, ഗോപൻ എഴക്കാട്, രാജൻ മേനോൻ, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസാദ് MM, സാവിത്രി, ധനഞ്ജയ ഘോഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പ്രതിഭകളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച മണ്ണാർക്കാട് കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കൊങ്ങശ്ശേരി വിജയന് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. ബാങ്കിന്റെ പുരോഗതിക്കായി കഠിന പ്രയത്നം ചെയ്ത സൗമ്യനായ സെക്രട്ടറിയായിരുന്നു വിജയകുമാർ എന്ന് യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. 3 പതിറ്റാണ്ടിലേറെ കാലത്തെ സേവനത്തിനു ശേഷമാണ് വിജയകുമാർ വിരമിക്കുന്നത്. മണ്ണാർക്കാട്ടെ ആദ്യ MLA ആയിരുന്ന കോങ്ങശ്ശേരി കൃഷ്ണന്റെ മകനാണ്. കുമരംപുത്തൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ വിജയകുമാർ 1992 ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ജൂനിയർ ക്ലർക്കായി സേവനകാലം ആരംഭിച്ച വിജയകുമാർ ഇന്റേണൽ ഓഡിറ്റർ, ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ ഔദ്യോഗിക ചുമതലകൾക്കു ശേഷം 2020 സെക്രട്ടറിയായി. ആധുനിക കാലത്തെ ബാങ്കിംഗ് രീതികൾക്കൊപ്പം ചേർന്ന് ബാങ്കിൽ നടപ്പിലാക്കിയ നെറ്റ് ബാങ്കിംഗ്, ATM കൗണ്ടർ സംവിധാനങ്ങളും പള്ളിക്കുന്ന് ബ്രാഞ്ച്, ബാങ്കിന്റെ ചങ്ങലേരി ശാഖയ്ക്ക് പുതിയ കെട്ടിടം കുറ്റമറ്റ രീതിയിൽ നിർമ്മിച്ചതും വിശാലമായ AC ഓഡിറ്റോറിയം ഒരുക്കുന്നതിനും ഭരണസമിതിയോട് ചേർന്ന് വിജയകുമാർ നേതൃത്വം നൽകി. ബാങ്ക് പ്രസിഡന്റ് N. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N. രമേശ്, AK അസീസ്, മുൻ പ്രസിഡന്റുമാരായ P. ഗോപി, SR ഹബീബുള്ള, മുൻ സെക്രട്ടറിമാരായ കുട്ടി ശങ്കരൻ, സഹദേവൻ, ഹമീദ്, പഞ്ചായത്ത് അംഗം ഷമീർ, G. സുരേഷ് കുമാർ, ഐലക്കര മുഹമ്മദ് അലി, അച്യുതൻ, രാജീവ് നടക്കാവിൽ, E. സുരേഷ് ബാബു, ലത എന്നിവർ പ്രസംഗിച്ചു. കോങ്ങശ്ശേരി വിജയകുമാർ മറുപടി പറഞ്ഞു. കുട്ടിച്ചേട്ടനാണ് തീരുമാനിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന ഉടനെ തന്നെ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു. കൗണ്ടിലിരിക്കേണ്ട മുന്നേ അക്കൗണ്ട് സെക്ഷനിൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ പത്തുശ്ശേരി വന്നിരുന്ന ഹരിയേട്ടൻ ഒരുപക്ഷെ ഗൾഫിലേക്ക് പോകുന്നുള്ളൊരു സംശയത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ നേരെ അക്കൗണ്ടിൽ പഠിപ്പിക്കാൻ വേണ്ടി ഹരിയേട്ടനെ ഏൽപ്പിക്കുകയാണ് കുട്ടിച്ചേട്ടൻ ചെയ്തത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികൾക്കായി മൈൻഡ് ബ്ലോവേഴ്സ് എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സലീന അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം, CDS അക്കൗണ്ടന്റ് ബേബി ഗിരിജ, RB ഷാനിബ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകൾ ഒരു വലിയ നിര തന്നെ സൃഷ്ടിക്കുന്ന ഒരു മേഖല അത്തരം രാജ്യങ്ങൾക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്, നമുക്ക് അവിടെ പോയി പഠിക്കാം, ഇവിടെ പോയി പഠിക്കാം എന്നൊക്കെ തോന്നുന്നു.
നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഒരു വലിയ ലക്ഷ്യമുണ്ട് നമ്മൾ. വല്ലപ്പുഴ മാട്ടായ പിഷാരയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തു നിന്നും SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ക്ഷേത്രം ശ്രീവേലിപ്പുരയിൽ നടന്ന ചടങ്ങ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 150 കുട്ടികൾക്ക് പഠനോപകരണം വിതരണവും നടത്തി. ക്ഷേത്രം സംരക്ഷണ സമിതി പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഇടിയത്ത്, ക്ഷേത്രം ഭാരവാഹികളായ ഡോക്ടർ രാജലക്ഷ്മി, ഗോപാലകൃഷ്ണൻ, പുരുഷോത്തമൻ, മണികണ്ഠൻ, ശിവദാസ് ഒറ്റപ്പാലം, രമേശ്, ഗംഗാധരൻ, ഹേമ, മണികണ്ഠൻ NK എന്നിവർ സംസാരിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പൾമനോളജി വിഭാഗത്തിന്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ പൾമനോളജി വിഭാഗവും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും നേതൃത്വത്തിലാണ് ലോക പുകയില വിരുദ്ധ ദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ പൊതുജനങ്ങൾക്കായി ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് നോ ടുബാക്കോ ഡേയുടെ സ്ലോഗൻ നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികളെ പുകയില ഇൻഡസ്ട്രിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ടുബാക്കോ കൺസംഷൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ആളുകളെയും അടിമപ്പെടുത്തുന്നത് വളരെ ചെറുപ്പത്തിലാണ്. ഇപ്പോൾ ഒരു സർവേ, ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 21 വയസ്സിന് മുമ്പ് ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മുക്തിയില്ല. അയാളെ കാലാകാലം ടുബാക്കോയുടെ അടിമയായി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ക്യാച്ച് ദം എന്നുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ വിഷയത്തിലും ഈ ഇൻഡസ്ട്രിയിൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിൽ ഈ ശീലം ആദ്യമേ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിക്ക് വലിയ കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വ്യവസായവും അതുപോലെ തന്നെ ഇത് വാണിജ്യവൽക്കരിച്ച ആളുകളൊക്കെ ഇതുകൊണ്ട് ഉന്നമിടുന്നത്. വ്യത്യസ്ത സെക്ഷനുകളായി നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റുകളായ ഡോക്ടർ ഇസഹാഖ്, ഡോക്ടർ അസുറുൽ ഹക്ക്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജംഷീർ, സൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ ജിഷ്ണു നാരായണൻ, ഡോക്ടർ പവിത്ര ശർമ്മ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും അത് കാരണം നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരികയും ഉണ്ടാവുന്നു. അപ്പം അതിനുശേഷം ആദ്യം ഉപയോഗിച്ച് അതേ അളവിൽ വീണ്ടും കഴിക്കുമ്പോൾ അത് എഫക്റ്റ് കിട്ടാതെ വരികയും പിന്നീട് അതിൻ്റെ അളവ് കൂട്ടേണ്ടി വരികയും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു എഫക്റ്റ് കിട്ടാതിരിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. എല്ലാ അഡിക്ഷനുള്ള വസ്തുക്കളും അങ്ങനെയാണ്. അത് നമ്മുടെ തലച്ചോറിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ബുദ്ധിമുട്ട് അഥവാ രോഗങ്ങൾ പിടിപെടുത്തുന്ന ഒരു കാര്യമാണ് ഈ നിക്കോട്ടിൻ അല്ലെങ്കിൽ ടൊബാക്കോ. ടൊബാക്കോ ഏത് ഫോമിലാണെങ്കിലും നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുന്നതാണ്. അത് വായിലൂടെ വയ്ക്കുന്നതാണെങ്കിലും ഓറൽ ക്യാൻസേഴ്സ്, സ്മോക്ക് ചെയ്യുന്നതാണെങ്കിൽ കൊറോണറി ഡിസീസ് അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, ലങ് ക്യാൻസേഴ്സ്, കുടലിലെ ക്യാൻസേഴ്സ് മുതലായ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അങ്ങനെ എല്ലാ അവയവങ്ങളിലും. കിംസ് അൽഷിഫ CEO പ്രിയൻ KC അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, സീനിയർ ജനറൽ മാനേജർ C സതീഷ്, ഡോക്ടർ ലിനു മോഹൻ, നിഖില തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. പെരിന്തൽമണ്ണ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കടകളിലേക്ക് വെള്ളം കയറി. പല ഭാഗത്തും വെള്ളക്കെട്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ ഒറ്റപ്പാലത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിൽ വെള്ളക്കെട്ട്. പിലാത്തറയിൽ കിണർ ഇടിഞ്ഞതാണ്. പ്രസിഡന്റ് മാറ്റവുമായി ബന്ധപ്പെട്ട തർക്കം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കി CPM. ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിവുള്ളവനെ മുക്കിലൊതുക്കുന്ന കാലഘട്ടമാണിതെന്ന് KTDC ചെയർമാൻ PK ശശി. രാഷ്ട്രീയം ഏതാണെങ്കിലും
കഴിവുള്ളവനെ അംഗീകരിക്കണമെന്നും പി.കെ. ശശി. മുണ്ടൂർ തൂത സംസ്ഥാനപാത നവീകരണം അശാസ്ത്രീയമെന്ന പരാതി. മംഗലാംകുന്നിൽ റോഡിലെ വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ. പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പണി തടയുമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.